ബാക്കി ഓഡിയൻസ് വരുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി ഇപ്പോൾ സിനിമ റിലീസ് ആയതല്ലേ ഉള്ളൂ. ഇഷ്യൂസ് പറയാനായിട്ട് ഇതിനകത്തൊരു മെസ്സേജാണ് ഉള്ളത്. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഒന്നിനെയും കളിയാക്കുന്നില്ല. അതിനകത്തുള്ള ഒരു സ്പെഷ്യൽ കാര്യം അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് മാത്രം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അഡ്രസ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ സൊസൈറ്റിയിൽ. അത്രേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനർ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊതുവേ ഒരു നല്ല മെസ്സേജ് ആർക്കെങ്കിലും കൊടുത്താൽ അതാരും നല്ലതായിട്ടല്ലല്ലോ. ഏറ്റവും മോശമാക്കിയിട്ട് ആൾക്കാർ എങ്ങനെ സംസാരിക്കാവോ അതാണല്ലോ ചെയ്യുന്നത്. അതിപ്പോൾ സിനിമയിലാണെങ്കിലും സമൂഹത്തിലല്ലാതെ സംസാരിച്ചാലും ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരു പത്രവും അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളും നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമുക്ക് നോക്കിക്കണ്ടാൽ മനസ്സിലാവും. അത് ശുദ്ധ മണ്ടത്തരമാണ് എന്നുള്ളത് പഠിപ്പും വിവരമുള്ള നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആളുകൾ തിരിച്ചറിയുമോ? കാരണം അതിൻ്റെ പേരിൽ, കാരണം ഒരു സിനിമയുടെ പേരിൽ തന്നെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ആക്ച്വലി ഈയിടെ കുറച്ച് നാളായിട്ട് വന്ന കാര്യങ്ങളാണ്. പണ്ട് മുതലേ ഫോളോ ചെയ്ത് പോയത്. ഈ സെബാൻ നമ്മളിവിടെ പ്രതികരിക്കുന്ന ഈ പത്രമില്ല, ഇത് ആക്ച്വലി ഇത് കത്തോലിക്ക സഭയുടെ അംഗീകാരത്തോടെ ചെയ്യുന്ന പരിപാടികളല്ല. ഇത്രയും നാളും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എൻ്റെ അറിവിൽ, ചിലപ്പം എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഒരു സഭയുടെ അംഗീകാരത്തോടെ കൂടിയല്ല ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം സഭയുടെ അംഗീകാരത്തോടു കൂടി അല്ലെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സഭയിൽ പലരും കൈപ്പറ്റുന്നില്ലേ? ഉണ്ടാവാതിരിക്കും, അതെനിക്കറിയില്ലല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു ചർച്ചാ വിഷയമാകുമല്ലോ ഈ സിനിമ. തീർച്ചയായിട്ടും ചർച്ചാ വിഷയം ആവണം. അതെ.